ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു കുഞ്ഞൻ ക്യാമറയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. CP+ എന്ന് പറയുന്ന കമ്പനി ഇറക്കിയിരിക്കുന്ന ഈ ക്യാമറ, E21 എന്ന് പറയുന്ന ക്യാമറ, അതായത് നമ്മളുടെ ഓഫീസിലും അതുപോലെ തന്നെ വീട്ടിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇൻഡോർ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് നമ്മളുടെ ഈ CP+ന്റെ E21A എന്ന് പറയുന്ന 360 ഡിഗ്രിയിലെ റൊട്ടേറ്റ് ചെയ്ത് ഫുൾ HD നമുക്ക് വിഷ്വൽ കാണാൻ പറ്റുന്ന ക്യാമറ. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശദവിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇങ്ങനെ ഒരു ബോക്സിലാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൽ നമുക്ക് ഇത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ഒരു യൂസർ മാനുവൽ ആണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കാണാൻ നമ്മുടെ കുഞ്ഞൻ റോബോട്ടിനെയാണ് നല്ലൊരു ഭംഗിയോട് കൂടിയിട്ടുള്ള ഒരു വൈറ്റ് കളർ ഒരു ഇതിലാണ് നമ്മളുടെ ഈ ഒരു ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഈ ബോക്സിലുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ഒരു റോബോട്ടാണ്, കുഞ്ഞൻ റോബോട്ട് ക്യാമറ. അവനെ നമ്മൾ പതുക്കെ പുറത്തെടുക്കുകയാണ്. അതായത് അടിപൊളി ഒരു ലുക്കാണ് നമ്മുടെ ഈ ക്യാമറക്ക്. അതിനുശേഷം അതിലൊരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ എന്താണ് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഈ ക്യാമറ സെറ്റ് ചെയ്യാനുള്ള സ്ക്രൂവും അതിന് പറ്റിയ ക്ലിപ്പുകളാണ്. ഇതാണ് നമ്മളുടെ ക്യാമറ. അതിന്റെ ഒരു ക്ലാമ്പ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നീട് വരുന്നത് ഒരു 5 വോൾട്ട് ചാർജർ അഡാപ്റ്റർ ആണ്. മൊബൈൽ ചാർജറിന്റെ ഒക്കെ പോലെ തന്നെ 5 വോൾട്ട് ചാർജർ അഡാപ്റ്റർ ആണിത്. അതുപോലെ തന്നെ പിന്നുള്ളത് ചാർജിങ് കേബിൾ ആണ് ഇതിന്റെ ഒപ്പം വരുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന്റെ ഒപ്പം ഉള്ളത്. അപ്പൊ നമ്മളുടെ ഈ ക്യാമറയെ കുറിച്ച് വിശദമായി പറയുമ്പോൾ, ഇതിന്റെ ഫ്രണ്ടിലാണ് ഇതാണ് നമ്മളുടെ ലെൻസ് വരുന്നത്. ക്യാമറയുടെ ലെൻസ് വരുന്നത് ഇവിടെയാണ്. അതിന്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു IR വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഈ ക്യാമറ ഫുൾ നൈറ്റ് വിഷൻ ക്യാമറയാണ്. അതായത് രാത്രിയും ഇതിന്റെ വിഷ്വല് നല്ലൊരു HD ക്ലാരിറ്റിയോട് കൂടിയിട്ട് തന്നെ കിട്ടുന്ന തരത്തിലാണ് ഈ ഒരു മോഡൽ ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ ക്യാമറ എന്ന് പറയുന്നത് 2-way കമ്മ്യൂണിക്കേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ തന്നെയാണ്. അതായത് നമ്മളുടെ ഈ കുഞ്ഞൻ ക്യാമറയിൽ ഈ കാണുന്നതാണ് സ്പീക്കർ. അതുപോലെ തന്നെ മൈക്കും, ഇതില് ഇൻബിൽറ്റ് മൈക്കും ഈ ക്യാമറയുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈലില് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. അതായത് ഈ ക്യാമറയിൽ കൂടി ഈ ക്യാമറയിലുള്ള സ്പീക്കറിൽ കൂടി നമ്മളുടെ സൗണ്ട് വരികയും അതുപോലെ തന്നെ 2-way കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധ്യമാകുന്ന തരത്തിലാണ് നമ്മളുടെ ഈ ഒരു റോബോട്ട് ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മളുടെ ഈ ക്യാമറ വർക്ക് ചെയ്യുന്നത് വൈഫൈയിലാണ്. നമ്മളുടെ വീട്ടിലെ റൗട്ടറിൽ നിന്നോ മോഡത്തിൽ നിന്നോ എല്ലാം തന്നെ വൈഫൈ ഇന്റർനെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്യാമറ കണക്ട് ചെയ്ത് നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ക്യാമറ എന്ന് പറയുന്നത് വൈഫൈ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് നമ്മളുടെ ഈ ക്യാമറയിൽ കൂടെ വീക്ഷിക്കാനും, അതുപോലെ തന്നെ ഇതൊരു 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഇതിന്റെ വിഷ്വൽസ് ഒക്കെ വീക്ഷിക്കാൻ സാധിക്കുന്ന ടൈപ്പ് ക്യാമറയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ലാൻഡ് പോർട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ വീടുകളിലോ ഓഫീസിലോ വൈഫൈ കണക്ഷൻ ഇല്ല എങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വയർഡ് കണക്ഷൻ കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി നമ്മുടെ ഈ കമ്പനി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ലാൻഡ് കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ പൂർണ്ണമായും ഒരു വൈഫൈ ക്യാമറ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ക്യാമറ വർക്ക് ചെയ്യാനായിട്ട് ഒരു 5 വോൾട്ട് 1 ആംപിയർ ചാർജർ അത് സപ്ലൈ നമുക്ക് ഇതിലോട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ളൊരു പോർഷൻ കൂടി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നീട് വരുന്നത് നമുക്ക് എന്തെങ്കിലും സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ക്യാമറയിൽ വന്നിട്ടുണ്ടെങ്കിൽ, മാറ്റം വരുത്താനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് റീസെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള ഒരു സ്വിച്ചും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ നേരത്തെ കണ്ട ക്ലാമ്പുകൾ ഉണ്ടല്ലോ, ക്ലാമ്പുകൾ കണക്ട് ചെയ്യുന്നത് ഈ ഒരു പോർഷനിലാണ്. നമ്മളുടെ ക്ലാമ്പ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഭിത്തിയിലേക്ക് നമ്മളുടെ ഈ ക്യാമറ ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ്. പിന്നീട് വരുന്നതാണ് നമ്മളുടെ മെമ്മറി കാർഡ്. നമ്മളുടെ ഈ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നത് മെമ്മറി കാർഡിലാണ്. അതായത് 128 GB വരെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറി കാർഡാണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ ഇൻസെർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഈ
എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം നേരെ മുകളിലോട്ട് ഇങ്ങനെ തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഹോൾ കാണാനായിട്ട് സാധിക്കും. അതിലാണ് നമ്മളുടെ 128 GB മെമ്മറി കാർഡ് ഇൻസെർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ റെക്കോർഡ് ചെയ്യുന്ന വിഷ്വൽസ് അതിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നതും നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ പ്ലേ ബാക്ക് എടുത്ത് കാണുവാനുള്ളൊരു ഓപ്ഷനും കൂടി ഇതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. OnePlusന്റെ E21A എന്ന് പറയുന്ന ക്യാമറ നമ്മുടെ മൊബൈൽ ഫോണിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആപ്ലിക്കേഷന്റെ സഹായം ആവശ്യമുണ്ട്. അത് ഈസി ക്യാം എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് നമ്മളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഈ ഒരു യൂസർ ഗൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ CP+ന്റെ E21 എന്ന് പറയുന്ന ക്യാമറ എങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് മൊബൈലിലോട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നമസ്കാരം, ഗുഡ് ബൈ.